ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ 2024 ജനുവരി 13 നടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മളെല്ലാവരും തയ്യാറാവണം എക്സാമിന്. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ പാഠഭാഗങ്ങൾ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും നന്നായിട്ട് വായിക്കുക. പാഠഭാഗങ്ങൾ നന്നായിട്ട് വായിക്കുകയാണ് വേണ്ടത്. പിന്നെ ജനറലായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ജനറലായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ മോഡൽ എക്സാമിന് ഒരു ഗൈഡ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വന്ന ചോദ്യങ്ങൾ തന്നെ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അതിൽ തന്ന ഓപ്ഷനിലൊക്കെ വന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് മനസ്സിലാക്കാൻ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിവിടെ ഒരു ചെറിയ രൂപത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അതിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അത് ഉപകാരപ്പെടും. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പാഠഭാഗം നന്നായി മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഈ ഗൈഡിൽ വന്ന ചോദ്യങ്ങൾ അതെങ്ങനെയാണ് വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് പാഠഭാഗം വായിച്ചാൽ അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമുക്ക് അവിടെ വായിച്ചാൽ അതിൻ്റെ ഉത്തരം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിൻ്റെ ശരി ഏതാണെന്നുള്ളത് നമുക്കതിൻ്റെ ABCD എന്ന ഓപ്ഷനാണ് തരിക. അപ്പോൾ ABCD എന്നുള്ള ഓപ്ഷനിൽ ആൻസർ ഏതാണോ എന്നത് നമ്മൾ ഇപ്പുറം വന്നിട്ട് OMR ഷീറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഫസ്റ്റ് പേജിൽ വന്നിട്ട് അതിൻ്റെ A ആണെങ്കിൽ Aയിൽ റൗണ്ട് ചെയ്യണം, കളർ ചെയ്യണം, B ആണെങ്കിൽ Bയിൽ. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ട് പഠിക്കുക. പാഠഭാഗം നന്നായിട്ട് വായിക്കുക. അപ്പോൾ നമ്മൾ പാഠത്തെക്കുറിച്ച് ചെയ്ത റിവിഷൻ ഉണ്ട്. മദ്രസിലെ പാഠഭാഗങ്ങൾ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ചെയ്ത റിവിഷൻ വീഡിയോസ് ഉണ്ട്. അത് നന്നായി കണ്ട് പാഠഭാഗവും തുറന്നു വെച്ചിട്ട് ആ വീഡിയോ കാണുക. എന്നിട്ട് അതിൽ പോയിന്റുകൾ ഓരോന്നും ഞാൻ പറയുന്നത് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിൽ വന്ന നമ്മൾ ഈ ഗൈഡിൽ വന്ന ചോദ്യങ്ങൾ കഴിഞ്ഞ എക്സാമിന് പഠിച്ചതും അതുപോലെ മനസ്സിലാക്കി പഠിക്കുക. അതിൽ നിന്നും വരാം. അതുപോലെ ജനറലായിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ജനറലായിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ ഈ വീഡിയോയിൽ ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 3ാം ക്ലാസ്സിൻ്റെതാണ് ഇന്ന് പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഇവിടെ നിങ്ങളെ ഗൈഡിൽ വന്ന ചോദ്യമാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ജനറലായിട്ടുള്ള വേറെ ചോദ്യങ്ങളും പറയും, മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ എന്താണ് ഏറ്റവും വലിയ 3 അക്ക സംഖ്യ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട് ABCD എന്ന്. അപ്പോൾ ഇതിൽ 3 അക്ക സംഖ്യയാണ് നമുക്ക് വേണ്ടത്. 3 അക്കം. ഇവിടെ 8 ആണ്. 8, ഇവിടെ 9, ഇവിടെ 7, ഇവിടെ 1000. അപ്പോൾ 1000 ഇവിടെ 4 അക്കം വരുന്നുണ്ട്. അപ്പോൾ അതല്ല എന്തായാലും. പിന്നെ ഇവിടെ 7ഉം 8ഉം 9ഉം ആണ്. അപ്പോൾ ഈ 7, 8, 9 ഏതാണ് നമുക്ക് വലിയ സംഖ്യ നമുക്കറിയാം അല്ലേ? 9 ആണ്. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ 3 അക്ക സംഖ്യ 9 നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ കുറച്ച് ട്രിക്കുകളൊക്കെ ഇതിൽ മനസ്സിലാക്കണം ജനറലായിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ. അപ്പോൾ നമുക്ക് 7, 8, 9. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ അതിൽ 9. അപ്പം 999 ആണ് ഇവിടെ ഏറ്റവും വലിയ 3 അക്ക സംഖ്യ. അപ്പോൾ ഏറ്റവും ചെറുത് ചോദിച്ചിട്ടാണെങ്കിലോ? അപ്പോൾ ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ 100 ആണ്. 100 മുതലാണ് 3 അക്ക സംഖ്യ തുടങ്ങുന്നത്, ഏറ്റവും ചെറുത്. അപ്പോൾ അത് മനസ്സിലാക്കണം. അടുത്തത് എന്താണ്? 6600 എന്ന സംഖ്യയിൽ എത്ര പത്തുകളുണ്ട് എന്നാണ്. എത്ര പത്തുകളാണ് 6600? എത്ര പത്തുകളാണുള്ളത്? അപ്പോൾ ഇവിടെ 6600 തന്നെ വരൂല. അത് എത്ര ഒന്നുകളുണ്ടെന്ന് ചോദിച്ചാലാണ് നമുക്ക് ആ സംഖ്യ തന്നെ വരിക. 6600 തന്നെ വരിക. മനസ്സിലായില്ല? അത് അപ്പോൾ ആ സംഖ്യ തന്നെ വരണമെങ്കിൽ എത്ര ഒന്നുകളുണ്ടെന്ന് ചോദിക്കുമ്പോഴാണ് ആ സംഖ്യകൾ തന്നെ വരിക. പിന്നെ എത്ര പത്തുകളാണ് ഇവിടെ ചോദിച്ചത്. അപ്പോൾ ഇവിടെ 660 പത്തുകൾ ചേരുമ്പോഴാണ് 6600 കിട്ടുക. അപ്പം അതിൽ ഉത്തരം വരുന്നത് 660 ആണ്. പിന്നെ എത്ര നൂറുകളുണ്ടെന്ന് ചോദിച്ചാലോ? അപ്പോൾ 6600 എന്ന സംഖ്യയിൽ എത്ര നൂറുകളുണ്ടെന്ന് ചോദിച്ചാലാണ് നമുക്കിവിടെ 66 ശരി ആൻസർ ആയിട്ട് വരിക. നൂറുകൾ ഇവിടെ 10 ചോദിച്ചത്. പത്തുകൾ ചോദിച്ചത് കൊണ്ട് നമുക്കിവിടെ 660 ആണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. മനസ്സിലായില്ല? അപ്പോൾ ഇതിനേക്കാളും വലിയ സംഖ്യയാണ് ഇവിടെ വന്നത്. 6600-നേക്കാളും വലുതാണ് ഇവിടെ 66000 വന്നത്. അപ്പോൾ അത് ഇതിനേക്കാളും വലിയ സംഖ്യ പത്തുകൾ വരൂല. അപ്പോൾ അതൊന്നും നോക്കണ്ട. സംഖ്യകൾ ഒറ്റ, 10, 100, 1000
അത് മനസ്സിലാക്കുക. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക എല്ലാവരും. പിന്നെന്താ അവിടെ ചോദിച്ചത്? ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയിൽ നിന്നും ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ കുറച്ചാൽ എത്ര? ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പം അതിൽ നിന്ന് ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ കുറച്ചാൽ എത്ര എന്നാണ്. അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താണ്? ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ അത് എത്രയായിരുന്നു? 999 ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ. അതിൽ നിന്നും ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ കുറയ്ക്കണം. ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ 100 99 രണ്ടക്ക സംഖ്യ, അത് കഴിഞ്ഞാൽ ഉള്ള 100 ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ. അപ്പോൾ ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ എത്രയാണ് വരിക? 9 9 9 1 പോയാൽ 8 899 899 അവിടെ ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയിൽ നിന്ന് ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ കുറച്ചാൽ കിട്ടുന്നത്. അപ്പോൾ അവിടെ ആൻസർ കണ്ടില്ല. അപ്പം അത് മനസ്സിലാക്കുക. അതുപോലെ തിരിച്ചു ചോദിക്കും, മനസ്സിലായില്ലേ? ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയോട് ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ കൂട്ടിയാൽ എന്ത് കിട്ടും? അപ്പോൾ 999നോട് 100 പ്ലസ് ചെയ്തിട്ടുള്ള ആൻസറാണ് അവിടെ നമുക്ക് ശരി അടയാളപ്പെടുത്താൻ വരിക. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അടുത്തത് നോക്കൂ, ഒരു കാറിൻ്റെ നമ്പർ തുടർച്ചയായ 3 അക്കങ്ങളാണ്. തുടർച്ചയായ 3 അക്കം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? അടുത്തടുത്ത സംഖ്യക്കാണ് തുടർച്ചയായ 3 അക്കം എന്ന് പറയുന്നത്. അതായത് 1 2 3 ഇതൊരു തുടർച്ചയായ 3 അക്ക സംഖ്യയാണ്. 3 അക്കങ്ങളാണ്. എന്നാൽ ആദ്യത്തെയും അവസാനത്തെയും അക്കങ്ങളുടെ തുക 10 ആണെങ്കിൽ സംഖ്യ ഏത് എന്നാണ്. അപ്പോൾ ആദ്യത്തെയും അവസാനത്തെയും അക്കങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും തമ്മിൽ പ്ലസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന സംഖ്യ 10 ആണെങ്കിൽ ഈ നടുവിലെ സംഖ്യ ഏത് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് തുടർച്ചയായ 3 അക്ക സംഖ്യ ഏതാന്ന് നമുക്ക് കണ്ടെത്താം. ഇവിടെ ഇപ്പോൾ 1 + 3 4 കിട്ടി. അപ്പോൾ തുടർച്ചയായ 3 അക്ക ആവണമെങ്കിൽ എന്താവും? ആദ്യത്തെയും അവസാനത്തെയും സംഖ്യ നമുക്ക് പ്ലസ് ചെയ്തപ്പോൾ ഇവിടെ 4 കിട്ടി. അപ്പം 4നെ പകുതിയാക്കുക. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം 4നെ 2 ഡിവൈഡ് ചെയ്താൽ എത്രയാണ് നമുക്ക് കിട്ടുക? 4ന്റെ പകുതി 2 നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ മുമ്പത്തെ സംഖ്യ ഇവിടെ ഇടുക, പിന്നെ വരുന്ന സംഖ്യ ഇവിടെ ഇടുക. അപ്പോൾ നമുക്ക് തുടർച്ചയായ 3 അക്ക സംഖ്യകൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ എഴുതിയ സംഖ്യ നമുക്ക് ഇവിടെ കിട്ടിയ ആൻസർ. അതുപോലെയാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്? തുടർച്ചയായ 3 അക്കങ്ങളാണ്. ആദ്യത്തെയും അവസാനത്തെയും അക്കങ്ങളുടെ തുക 10 ആണ്. 10. അപ്പോൾ ആദ്യത്തെയും അവസാനങ്ങളുടെയും തുക 10 ആവണമെങ്കിൽ ഏതൊക്കെ സംഖ്യ കൂട്ടിയാലാണ് 10 കിട്ടുക? 6 4 6ഉം 4ഉം കൂട്ടുമ്പോഴാണ് നമുക്ക് അവിടെ 10 കിട്ടുന്നത്. തുടർച്ചയായ സംഖ്യ കിട്ടണമെങ്കിൽ 6 ഇവിടെ 4, മനസ്സിലായില്ലേ? 6ഉം 4ഉം 10 കിട്ടി. 10നെ ഡിവൈഡ് ചെയ്താലോ 10ന്റെ പകുതി എത്രയാണ്? 5. അപ്പോൾ ഈ ഇടയിലെ സംഖ്യ നമുക്ക് കിട്ടി, കണ്ടില്ലേ? 4 5 6 തുടർച്ചയായ സംഖ്യ. അപ്പോൾ ആ കാറിൻ്റെ നമ്പർ 4 5 6 അതാണ് നമുക്കിവിടെ ശരി അടയാളപ്പെടുത്തേണ്ടത്, ഓപ്ഷൻ ബി എന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇതുപോലെ വേറെ ചോദ്യം വന്നാൽ കണ്ടെത്തുന്ന രീതി മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ഇവിടെ ചിത്രം തന്നിട്ടുണ്ട് ചതുരത്തിൻ്റെ, അല്ലേ? ഇതിൽ എത്ര ചതുരങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തണം. എത്ര ചതുരങ്ങളാണുള്ളത് ഇതിൽ? അപ്പം നമ്മൾ എണ്ണണം. 1 2 3 4 5 6 7 8 9 9 ചതുരങ്ങൾ നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടി. പിന്നെ ഈ പുറത്ത് വരച്ചത് ഒരു ചതുരാണ്, അല്ലേ? അപ്പോൾ ഈ പുറത്തുള്ളത് ഒരു ചതുരം. അപ്പോൾ നമുക്ക് 10 കിട്ടി. പിന്നെയോ പിന്നെ എങ്ങനെയാണ്? ഇവിടെ ഇങ്ങനെ ഒരു ചതുരം വന്നു, അപ്പോൾ 11. അതുപോലെ തന്നെ ഇങ്ങനെ വന്നു 12, ഇങ്ങനെ വന്നു 13, പിന്നെയോ ഇങ്ങനെ വന്നു 14. അങ്ങനെ നമുക്ക് 14 ചതുരങ്ങൾ കിട്ടും അവിടെ. അപ്പോൾ നമുക്ക്
14 ചതുരങ്ങൾ കിട്ടിയില്ലേ? അപ്പോൾ ഇവിടെ 14 എന്നത്. അപ്പോൾ അത് എണ്ണാനൊക്കെ മനസ്സിലാക്കുക. ഇതുപോലെ വേറെ രീതിയിലൊക്കെ വന്നാൽ എണ്ണുന്ന രീതിയാണ് നിങ്ങളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മളൊരു ഇക്വേഷൻ വെച്ചിട്ട് ചെയ്ത് കണ്ടെത്തുന്ന രീതിയുണ്ട്. അതിപ്പോൾ നിങ്ങൾ 3ാം ക്ലാസ് പഠിക്കുന്ന നിങ്ങൾക്ക് പറഞ്ഞു തന്ന് മനസ്സിലാക്കാൻ കഴിയൂല. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ എണ്ണുന്ന രീതി ഞാനിവിടെ കാണിച്ചു തന്നത്. മനസ്സിലാക്കുക. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരു പേനക്കും പെൻസിലിനും കൂടിയിട്ട് 26 രൂപയാണ്. പേനക്ക് പെൻസിലിനേക്കാൾ 10 രൂപ കൂടുതലാണ്. പേനക്ക് പെൻസിലിനേക്കാൾ 10 രൂപ കൂടുതലുണ്ട്. പേനക്കും പെൻസിലിനും കൂടി 26, പേനക്ക് പെൻസിലിനേക്കാൾ 10 രൂപ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആ 10 രൂപ ഇന്ന് മാറ്റി വെക്കാം. 26 10 പോയാൽ 16 കിട്ടി. അപ്പോൾ പേനക്ക് പെൻസിലിനേക്കാൾ 10 രൂപ കൂടുതലാണ്. അപ്പോൾ പെൻസിലിൻ്റെ വിലയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ 10 രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബാക്കി വന്ന 16 നമ്മൾ പകുതിയാക്കണം. അതിനെ ഡിവൈഡ് ആക്കണം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടി? 8 കിട്ടിയില്ലേ? 8 മനസ്സിലായില്ലേ? അപ്പോൾ ഈ 8 കൂടെ നമുക്ക് ഇവിടെ 10 കൂട്ടിയാൽ 18 പേനക്കും പെൻസിലിന് 8 രൂപയും ഇവിടെ കിട്ടും അല്ലേ? മനസ്സിലായോ കണ്ടെത്തിയത്? അപ്പോൾ ഇവിടെ നമുക്ക് പെൻസിലിൻ്റെ വിലയാണ് കണ്ടെത്തേണ്ടത്. പെൻസിലിൻ്റെ വില 8. അതിവിടെ ശരി അടയാളപ്പെടുത്തണം. മനസ്സിലായില്ല? അപ്പോൾ അതുപോലെ വേറെ കണക്കൊക്കെ വരുമ്പോൾ കണ്ടെത്തേണ്ട രീതിയാണ് ഞാനിവിടെ പറഞ്ഞത്. ഇതേ നമ്പർ തന്നെ വരണമെന്നില്ല. ഇതുപോലെ വേറെ ചോദ്യം വരും. പേന പെൻസിൽ എന്നുള്ളത് വേറെ എന്തെങ്കിലും പേരും വരും. മനസ്സിലായില്ല? എന്തെങ്കിലും സാധനത്തിൻ്റെ പേര് വരും. അപ്പോൾ കണ്ടെത്തേണ്ട രീതിയാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലാക്കുക കേട്ടോ. അടുത്ത ചോദ്യം എന്താണ്? 1 കിലോ ആപ്പിളിൻ്റെ വില 15 രൂപയാണെങ്കിൽ 3 കിലോഗ്രാം ആപ്പിളിൻ്റെ വില എത്ര എന്നാണ്. അപ്പോൾ അവിടെ നിങ്ങൾ സ്കൂളിൽ പഠിച്ച ഇൻറ്റു ആണ് അവിടെ നിങ്ങൾ ചെയ്യേണ്ടത്. 15 ഇൻറ്റു 3 3 5 15 5 സിസ്റ്റം 1 1 3 3 3 1 4. അപ്പോൾ നമുക്കവിടെ 45. അപ്പോൾ 3 കിലോ ആപ്പിളിൻ്റെ വില 45 എന്നത് നമുക്കിവിടെ കിട്ടും. മനസ്സിലായില്ല? അപ്പോൾ അതുപോലെ വേറെ ഏതെങ്കിലും സാധനത്തിൻ്റെ വില തരും. ഇതുപോലെ 3 കിലോ 4 കിലോ ഒക്കെ തരും. അപ്പോൾ ആ സംഖ്യ കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്കവിടെ ആൻസർ കണ്ടെത്താൻ കഴിയും. അപ്പോൾ നിങ്ങൾ പഠിച്ച ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഇൻറ്റു പ്ലസ് ചെയ്യാൻ, ഇൻറ്റു ചെയ്യാൻ, മൈനസ് ചെയ്യാൻ, ഡിവൈഡ് ചെയ്യാൻ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചാലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി അടുത്തത് പുല്ല് വർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യം. ഇത് നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലേ? പുല്ല് വർഗത്തിൽപ്പെട്ടത് മുളയാണ്. പുല്ല് വർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ പിന്നെ പറയുന്ന വാഴ, കരിമ്പ്, പുല്ല്. വാഴ എന്താണ്? ഏറ്റവും വലിയ ഇലയുള്ള ഒരു സസ്യമാണ് വാഴ. മനസ്സിലാക്കുക. അതുപോലെ കരിമ്പ് എന്താണ്? കരിമ്പിൽ നിന്നാണ് പഞ്ചസാര ഉണ്ടാക്കുന്നത്. കരിമ്പ് ചെടിയിൽ നിന്നാണ് പഞ്ചസാര ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒക്കെ മനസ്സിലാക്കുക. പുല്ല് പല ഇനം പുല്ലുകളുണ്ട്. അതിൽ ഏറ്റവും നീളത്തിൽ വളരുന്ന ഒരു പുല്ലാണെന്ത്? മുള. അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. മനസ്സിലാക്കുക. അടുത്തത് രാത്രിയിൽ വിരിയുന്ന പൂക്കളുടെ നിറം. രാത്രിയിൽ വിരിയുന്ന പൂക്കൾക്കൊക്കെ വെള്ള നിറമാണ്. ഉദാഹരണം മുല്ല, ലില്ലി, ഇതൊക്കെ രാത്രിയിൽ വിരിയുന്ന പൂവാണ്. അപ്പോൾ മനസ്സിലാക്കുക, വെള്ള പൂക്കളാണ് രാത്രിയിൽ വിരിയുന്ന പൂക്കൾ. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്നത് മണ്ണിരയാണ്. മണ്ണ് ഫലപുഷ്ടമാണെങ്കിൽ മണ്ണിൽ മണ്ണിര വേണം. അത് മനസ്സിലാക്കുക. അപ്പം ഇനി മൺവെട്ടിയാണ്, കലപ്പയാണ്, ട്രാക്ടറാണെന്നും പറയണ്ട. അപ്പോൾ ഇവിടെ മണ്ണിരയാണ് കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്നത്. മനസ്സിലാക്കുക. അടുത്തതാ, ഒരില മാത്രമുള്ള സസ്യമേത്? ആ സസ്യത്തിന് ഒരില മാത്രമേ ഉണ്ടാവുള്ളൂ. ചേന
അതിൽ നിന്ന് മുളച്ച് വന്ന് അത് ഒരു ഇലയാവും അല്ലേ. അങ്ങനെയുള്ളത് ചേന മാത്രമാണ് സസ്യം. ചേന, ചേമ്പിനൊക്കെ കുറേ ഇലകളുണ്ട്. ചീര, വാഴ ഏറ്റവും വലിയ ഇലയുള്ള സസ്യമാണ് നമ്മൾ പറഞ്ഞ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്ത എന്താണ് ഇവിടെ? ആഹാരമായി ഉപയോഗിക്കുന്ന പുഷ്പം. ആഹാരമായി ഉപയോഗിക്കുന്ന പുഷ്പം ഇവിടെ വന്നത് ഓപ്ഷൻ തന്നത് കാബേജ്, കോളിഫ്ലവർ, മത്തന്, കുമ്പളം. അപ്പോൾ ഇതിൽ ആഹാരമായി ഉപയോഗിക്കുന്ന പുഷ്പം കോളിഫ്ലവറാണ്. കോളിഫ്ലവർ കാബേജ് ഇലയാണ്. കാബേജ് ഇലയാണ്. പിന്നെ മത്തനും കുമ്പളൊക്കെ എന്താണ്? കായ്കളാണ്. മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ കാബേജ്. അപ്പോൾ ഇവിടെ നമ്മൾ 12ാമത്തെ ചോദ്യം വരെയാണ് പറഞ്ഞത്. ഇനി ബാക്കിയുള്ള ചോദ്യവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നന്നായി മനസ്സിലാക്കി പഠിക്കാം. നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.